ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ടർബോയുടെ ബുക്കിംഗ് തുടങ്ങി എന്നുള്ള വാർത്തകളാണ് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് പുറത്തുവിട്ടിരിക്കുന്നത്. ജർമ്മനി അതേപോലെ കാനഡ, ഈ രണ്ട് രാജ്യങ്ങളിലാണ് സിനിമയുടെ ബുക്കിംഗ് തുടങ്ങിയതായി കാണുന്നത്. ജർമ്മനിയിൽ ഏകദേശം 7ഓളം ലൊക്കേഷൻസിൽ സിനിമയുടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ സിനിമയുടെ ഡീറ്റെയിൽസ് പലതും ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ദൈർഘ്യമാണ് ആദ്യം പുറത്തു വന്നിരിക്കുന്നത്. 2 മണിക്കൂർ 35 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യമായി പറയുന്നത്. ടർബോ ഒരു മാസ് ആക്ഷൻ കോമഡി എൻ്റർടൈനർ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സിനിമയുടെ ഏകദേശം കഥാതന്തു എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് ബുക്ക് മൈ ഷോയിലൂടെ പുറത്ത് വന്നിരുന്നു. വേറെ ഒന്നുമല്ല, ഇടുക്കിയിലെ ഒരു ജീപ്പ് ഡ്രൈവറായിരിക്കുന്ന ജോസ് എന്തോ ഒരു കാരണം കൊണ്ട് അങ്ങനെ തമിഴ്നാട്ടിലേക്ക്, ചെന്നൈയിലേക്ക് കടക്കേണ്ടി വരികയും അവിടെ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന കുറച്ച് കാര്യങ്ങളും അതൊരു കോമഡി മാസ് ആക്ഷനിലൂടെയാണ് വരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. മമ്മൂട്ടി, സുനിൽ, അഞ്ജന പ്രകാശ്, രാജ്ബി ഷെട്ടി, അങ്ങനെ വമ്പൻ താരനിരയോടുകൂടിയാണ് സിനിമ വരുന്നത്. വമ്പൻ ബഡ്ജറ്റിലാണ് സിനിമ പുറത്തിറങ്ങുന്നത്. 40ഓളം രാജ്യങ്ങളിൽ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സിനിമ ടർബോ മോഡ് ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞ് തന്നെയുള്ള ഒരു പോസ്റ്റർ പുറത്തു വന്നു. അതുകൂടാതെ കാനഡയിലും ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. കേരളത്തിൽ ബുക്കിംഗ് സ്റ്റാർട്ടിങ് ആയിട്ടില്ല ഇതുവരെ. ഇനിയും 19 ദിവസം കൂടെയാണ് ബാക്കി നിൽക്കുന്നത്. എന്താണേലും ആളുകൾ കാത്തിരിക്കുന്ന ഒരു അച്ചായൻ വേഷം തന്നെയാണ് മമ്മൂട്ടിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സിനിമ പോസിറ്റീവ് അടിച്ചാൽ വേറെ ഒന്നും തന്നെ നോക്കാനില്ല. ഏകദേശം 25-30 ദിവസം സിനിമയ്ക്ക് പക്ക ഫ്രീ റൺ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. കാരണം പ്രത്യേകിച്ച് മോളിവുഡിൽ നിന്ന് മാത്രമല്ല, സൗത്ത് ഇന്ത്യൻ ഫിലിംസ് തന്നെ ആ ഒരു മാസങ്ങളിലധികം ഇല്ല എന്നുള്ളതാണ്. അപ്പം നല്ല പടമായിട്ടാണ് പുറത്തിറക്കി ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായും ജനങ്ങൾ സപ്പോർട്ടുണ്ടാവും. അതുമാത്രമല്ല, എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു വിജയമോ പരാജയമോ ഒന്നും വലിയ പ്രശ്നമല്ല. കാരണം കഴിഞ്ഞ ഏകദേശം 15ഓളം സിനിമകൾ എടുത്താൽ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഒഴികെ ബാക്കിയെല്ലാം തന്നെ വിജയങ്ങളാണ് എന്നുള്ളതാണ്. പക്ഷേ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ ഒരു എൻ്റർടൈനർ വരിക എന്നുള്ളത് സമീപകാലത്തൊന്നും നമുക്ക് അത്ര ഗംഭീരമായി ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് മുൻനിര താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാലിൽ നിന്ന് ഇതേപോലെ ഒരു സിനിമ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാവർക്കും ആവേശം തന്നെയാണ്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഈ റേഞ്ചിലാണ്. പലപ്പോഴും നമ്മൾ പിന്നീട് കേട്ടുവരുന്ന മറ്റൊരു കാര്യം കൂടിയാണ്, സാധാരണ മമ്മൂട്ടി സിനിമകൾക്ക് മാത്രമുള്ള ഇപ്പോഴും അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അതായത് 450ഓളം ഷോകൾ, സ്ക്രീനുകൾ കേരളത്തിൽ ട്രാക്ക് ചെയ്തിട്ടുണ്ട്, അതേ ചാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 500-ന് മുകളിലേക്ക് എത്തുമെന്നുള്ള കാര്യം അങ്ങനെയൊക്കെ പറയുമെങ്കിലും പലപ്പോഴും നമ്മൾ മമ്മൂട്ടി സിനിമകളിൽ കാണുന്ന തുടക്കം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 200 അല്ലെങ്കിൽ 180 തിയേറ്ററിലൊക്കെ പോകുന്ന ഒരു കാര്യം. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മളിവിടെ എടുത്ത് പറയുന്നില്ല. അങ്ങനെയും ഒരു കാര്യം വരുന്നുണ്ട്, പക്ഷേ അത് ഒഫീഷ്യലായിട്ടല്ല. പക്ഷേ ഇവിടെ ഹ്യൂജ് റിലീസ് തന്നെയാണ് പുറം ലോകത്തേക്ക് ഈ സിനിമ ഉറപ്പിച്ചിരിക്കുന്നത്. അതായത് UK, യൂറോപ്പ് മാർക്കറ്റ് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ ജർമ്മനി ബുക്കിംഗ് അതിലൂടെ തന്നെ വേറെ റേഞ്ചിലേക്ക് എത്തിക്കുക എന്നതുമാണ് ഈ ഒരു സിനിമ, അല്ലെങ്കിൽ ഇത് അവിടെ വിതരണത്തിനെടുക്കുന്ന 4 സീസൺസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന സിനിമ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് അവിടെ ഒരു വിദേശ ബിസിനസ് നമ്മൾ കാണുകയുണ്ടായി. മമ്മൂട്ടി സിനിമകളിലെ ഏറ്റവും മികച്ച ബിസിനസ് അത് ഈ കുറി അതിൻ്റെ 4 ഇരട്ടിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ്. അതേപോലെ UAGCC ആണ് മറ്റൊരു ഏരിയയിൽ നിൽക്കുന്നത്. അവിടെയും ഗംഭീര റിലീസ് തന്നെയാണ്. അപ്പം നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.